कोई स्वप्न में भी कैसे सोच सकता है कि वंदे मातरम उसका गान अधूरा छोड़ दिया जाए? कांग्रेसियों को शर्म आनी चाहिए, और जरा भी शर्म बची है तो दो हाथ जोड़कर बंकिम बाबू की अमर आत्मा से और देश की जनता से माफी मांगनी चाहिए. മുസ്ലിംസിന് ഇതൊരു ഇഷ്യൂ അല്ല, ക്രിസ്ത്യാനികൾക്കൊരു ഇഷ്യൂ അല്ല, ഹിന്ദുക്കൾക്കൊരു ഇഷ്യൂ അല്ല. ദേശീയ ഗീതം, ദേശീയ ഗാനം അവരാരെയും ബാധിക്കുന്നില്ല. ഇവിടെ വിഭജിക്കാനും ആ രാഷ്ട്രീയം, മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഞാൻ ഇപ്പോ ഏറെ റെസ്പോൺസിബിലിറ്റി പറയാണ്. തകരാറുണ്ടാവും, അപകടം ഉണ്ടാവും. നമസ്കാരം. ദേശസ്നേഹത്തിന് പുതിയൊരു മാനദണ്ഡം നിശ്ചയിക്കാനുള്ള രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ വന്ദേമാതരം വീണ്ടും ചർച്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നത്. ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരത്തിന്റെ 6 ഖണ്ഡികകൾ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശവും സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിലെ നിർദ്ദേശങ്ങളും ഇതിന്റെ ഭാഗമായിരുന്നു. കേന്ദ്രം ലക്ഷ്യമിട്ടതിലും വലിയ രാഷ്ട്രീയ ആയുധമാണ് കോൺഗ്രസ് തന്നെ ബിജെപിക്ക് നൽകിയിരിക്കുന്നത്. AICC ആസ്ഥാനത്തെ വന്ദേമാതരം ആലാപനവുമായി ബന്ധപ്പെട്ട സംഭവവും കേരളത്തിലെ സമാനമായ വിവാദവും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ്. ദേശസ്നേഹപരമായ വിഷയങ്ങളെ കോൺഗ്രസ് എതിർക്കുന്നു എന്ന BJP ആരോപണത്തിനൊപ്പം കോൺഗ്രസിന്റെ നയത്തെ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും സ്വാധീനിക്കുന്നു എന്ന രാഷ്ട്രീയ ആരോപണവും ശക്തമാക്കുന്നുണ്ട് BJP. ദേശീയ ഗീതത്തെ അപമാനിച്ചതിൽ സോണിയാഗാന്ധിക്കെതിരെ ആദ്യ പരാതിയും BJPയിൽ നിന്ന് വന്നു കഴിഞ്ഞു. ഇതുവരെ AICC ആസ്ഥാനത്ത് നടന്ന സംഭവത്തിന് വിശ്വസനീയമായ ഒരു വിശദീകരണം നൽകാൻ പോലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. പതിറ്റാണ്ടുകളായി കോൺഗ്രസിനകത്തും പുറത്തും വന്ദേമാതരം തർക്ക വിഷയമാണ്. പാർലമെന്റിൽ എതിർത്തപ്പോഴും ഈ വിഷയത്തിൽ വ്യക്തമായൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലേ? യഥാർത്ഥത്തിൽ വന്ദേമാതരത്തിൽ കോൺഗ്രസിന് വ്യക്തമായൊരു നിലപാടുണ്ടോ? ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ A. സമ്പത്ത് CPM-നെ പ്രതിനിധീകരിച്ച്, റോണി കെ ബേബി കോൺഗ്രസ് പ്രതിനിധി, ശ്രീ TP ജയചന്ദ്രൻ BJP പ്രതിനിധി, ശ്രീ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ റോണി കെ ബേബി, ഇന്നലെ AICC ആസ്ഥാനത്ത് നടന്ന നാടകീയ സംഭവങ്ങൾ അല്ലെങ്കിൽ കോമഡി ഷോ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അത് എന്താണ്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ ഒരു വിശ്വസനീയമായ മറുപടി കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് നൽകാനുണ്ടോ? ശ്രീ റോണി കെ ബേബി അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുമോ? കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാം, പറഞ്ഞോളൂ. ഇന്നലെ AICC ആസ്ഥാനത്ത് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് കോൺഗ്രസ് അതിന്റെ കൃത്യമായ വിശദീകരണം കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. ഇന്നലെ ആ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് ആ ചടങ്ങ് ഓർഗനൈസ് ചെയ്തത്, വന്ദേമാതരം എന്ന നമ്മുടെ ദേശീയ ഗീതം ആലപിക്കുവാൻ വേണ്ടി നേതൃത്വം നൽകിയത് കോൺഗ്രസിന്റെ സേവാദൾ വിഭാഗമാണ്. അവർക്ക് വന്ന ഒരു വീഴ്ചയാണ്. അതിനകത്ത് കൃത്യമായി തന്നെ പാർട്ടി ആ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ അകത്ത് ഖേദമുണ്ട്. ഇന്നലെ സംഭവിച്ച വിഷയങ്ങളില് കോൺഗ്രസിന്റെ പ്രഖ്യാപന നിലപാട് അങ്ങനെ ആയിരുന്നില്ല. ദേശീയ ഗീതമായിട്ടുള്ള വന്ദേമാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ പാടണമെന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. വിരുദ്ധമായ കാര്യങ്ങളാണ് ഇന്നലെ സംഭവിച്ചത്. ഞങ്ങൾക്ക് വന്ന വീഴ്ചയില് ഇതിനകത്ത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഖേദമുണ്ട്. തീർച്ചയായും ഈ വിശദീകരണം ഞാൻ കണ്ടതാണ് ശ്രീ റോണി കെ ബേബി. പക്ഷെ അത് എത്രമാത്രം വിശ്വസനീയമെന്ന് എനിക്കറിയില്ല. കാരണം നോക്കൂ, ഇത് സാധാരണ ഒരു സ്വാതന്ത്ര്യദിനത്തിൽ നടന്നതാണ് എങ്കിൽ അങ്ങനെ പറയാം. നോക്കൂ, ഇപ്പോൾ ഇത് വലിയ വിവാദമാണല്ലോ. ഈ സഭാ സമ്മേളനത്തിലാണ് ഇതിനെ അനാദരിക്കുന്നത് കുറ്റകരമാക്കിക്കൊണ്ട് നിയമം പോലും പാസാക്കിയത്. അന്ന് ഉൾപ്പെടെ സഭയിൽ ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചതാണ് കോൺഗ്രസ്. ഈ വിഷയം ഇന്ന് ഈ സ്വാതന്ത്ര്യദിനത്തിൽ സർക്കുലറായി വന്നു സംസ്ഥാനങ്ങൾക്ക്. അപ്പോൾ ഇത് വിവാദമായതാണ്, ചർച്ചയായതാണ്.
അതിൽ കോൺഗ്രസിനൊരു നിലപാടുണ്ടായിരുന്നുവെങ്കിൽ AICC ആസ്ഥാനത്ത് നടക്കുന്ന പരിപാടിയിൽ അങ്ങനെ ഒരു അനാസ്ഥ സംഭവിക്കുമായിരുന്നു. എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇൻസൾട്ട്സ് ടു നാഷണൽ ഹോണർ ബിൽ 2026. ഞങ്ങള് ഇതിന്റെ അകത്ത് ഞങ്ങൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുന്നതിന് കാരണം ഇത് കൊണ്ടുവരുന്നവരുടെ ഒരു ആത്മാർത്ഥത അതിനകത്ത് ഞങ്ങൾക്ക് വലിയ സംശയമുണ്ട്. കാരണം ഇതിനു മുമ്പ് എത്രയോ തവണ നമ്മുടെ ദേശീയ പതാക ഉൾപ്പെടെയുള്ള ദേശീയ പ്രതീകങ്ങളെ അപമാനിച്ചവര് അവര് ഇപ്പോൾ വലിയ ദേശസ്നേഹത്തിന്റെ വക്താക്കളായി മാറുമ്പോൾ അതിന്റെ ഒരു ഇരട്ടത്താപ്പ് ഇവിടെ കൃത്യമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പറയുന്നല്ലോ ദേശീയ പതാക ഉൾപ്പെടെ ദേശീയ ഗാനം ഉൾപ്പെടെ ദേശീയ ഗീതം ഉൾപ്പെടെയുള്ള ദേശീയ ബിംബങ്ങളെ അനാദരിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ പുതിയ ബില്ല് വന്നിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ 1947 മുതൽ 1992 വരെ ഇന്ത്യൻ ദേശീയ പതാകയോട് ഇന്ത്യൻ ദേശീയ പതാകയേക്കാൾ വലിയ ദേശീയ പ്രതീകമോ ദേശീയ ബിംബമോ ഇല്ലല്ലോ. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൗരന്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് ദേശീയ പതാകയാണ്. ആ ദേശീയ പതാകയോട് RSSും BJPയും ഒക്കെ എടുത്ത നിലപാടുകൾ എന്തായിരുന്നു? നമുക്ക് RSSന്റെയും BJPയുടെയും നിലപാടിലേക്ക് വരാം. ശ്രീ റോണി കെ ബേബി, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിന് ഒരു നിലപാടുണ്ടോ? അതനുസരിച്ചാണോ കാര്യങ്ങൾ നടന്നത് എന്നതാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. AICC ആസ്ഥാനത്ത് അബദ്ധം സംഭവിച്ചതാണ് എന്ന് താങ്കൾ വിശദീകരിക്കുന്നു. അത് വിശ്വസനീയമല്ല എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഉള്ള കാര്യങ്ങൾ നോക്കിയാൽ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് 3 സംസ്ഥാനങ്ങൾ അവിടെ ഇത് ആലപിച്ചിട്ടുണ്ട്. ഒരു പരാതിയുമില്ല, അവിടെ ആലപിച്ചിട്ടുണ്ട്. വന്ദേ മാതരം എന്ന് പറയുന്നത് ഒരു പ്രാദേശിക വിഷയമല്ലല്ലോ. ദേശീയ തലത്തിൽ കോൺഗ്രസിനൊരു നിലപാടുണ്ടെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ നിലപാട് സ്വീകരിക്കേണ്ടതാണല്ലോ. അപ്പോൾ അവിടെ അത് ഉണ്ടാകുന്നില്ല. കേരളത്തിൽ മാത്രമാണ് ആലപിക്കാതിരുന്നത്. അപ്പോൾ എന്താണ് ഈ വിഷയത്തിലെ കോൺഗ്രസ് നിലപാട്? കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഈ ദേശീയ ഗീതം ആലപിക്കുകയാണെങ്കിൽ അത് അതിന്റെ ഫുൾ കോണ്ടെക്സ്റ്റില് ആലപിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ആലപിക്കാം, അല്ലെങ്കിൽ ആലപിക്കാതിരിക്കാം. ആലപിക്കുകയാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഒഫീഷ്യലി ഗവൺമെന്റ് മെഷീനറി ഒഫീഷ്യലായിട്ട് ഇത് ആലപിക്കുകയാണെങ്കിൽ അതിന്റെ ഫുൾ ടെക്സ്റ്റില് ആലപിക്കണം. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കേരള സർക്കാർ ആലപിക്കണ്ട എന്ന് തീരുമാനിച്ചു. ഇവിടെ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഒന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. നമുക്കറിയാം കർണാടകയും തെലങ്കാന ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ ഇത് ആലപിക്കാൻ തീരുമാനിച്ചപ്പോൾ ഫുൾ ടെക്സ്റ്റ് ഗവൺമെന്റ് തലത്തിൽ എടുത്ത ഒരു തീരുമാനമാണ്. അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന ഒരു സഭ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അതിന്റെ അകത്ത് ഉചിതമായ തീരുമാനം എടുക്കാം. പാടുകയോ പാടാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ പാടുന്നതിന് തീരുമാനിച്ചപ്പോൾ നമ്മളത് ആ ഒരു വാക്ക് പോലും ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആരംഭിച്ചു. പക്ഷേ സംസ്ഥാനങ്ങൾ അത് പാടുന്നതിന് തീരുമാനിച്ചു. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഒരു സർക്കാർ സ്വഭാവത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റിന് അവർ പാലിച്ചു. BJP എന്തോ ക്ലാരിറ്റി കുറവുണ്ട് ശ്രീ റോണി കെ ബേബി. താങ്കൾ പറയുന്നത് വളരെ വ്യക്തമായി കേൾക്കാൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്നുണ്ട്. അത് ശരിയാക്കിയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് വരാമെന്ന് കരുതുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ ഒരു നിലപാടുണ്ടെങ്കിലും അത് സംസ്ഥാന തലത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനമില്ല എന്ന് താങ്കൾ പറഞ്ഞു എന്നതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ A സമ്പത്ത്, ഇന്ന് A റഹീം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയത് ഇടതുപക്ഷം ഇവിടെ നിലപാട് കടുപ്പിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഒഴിവാക്കിയത്, അല്ലായിരുന്നുവെങ്കിൽ ഇവിടെയും ആലപിക്കുമായിരുന്നു എന്നതാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ റോണി കെ ബേബി പറഞ്ഞതും താങ്കൾ കേട്ടിട്ടുണ്ട്. ഒരടിച്ചേൽപ്പിക്കുന്ന സമീപനം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് ഇക്കാര്യങ്ങളിൽ നൽകുന്ന വിശദീകരണം തൃപ്തികരമാണോ? ഇതിൽ പ്രാദേശികമായി അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും രീതികൾക്കനുസരിച്ച് വ്യത്യസ്ത നിലപാട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണോ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടുള്ളത്? എന്താണ് തോന്നുന്നത്? രേണുക, ഇന്ത്യയിൽ ഇന്ന് അധികാരത്തിലുള്ള BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അവർ തികച്ചും ജനവിരുദ്ധമായ ജനദ്രോഹപരമായ നടപടികളും നയങ്ങളും ആണ് അവർ അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള പലപ്പോഴായി ഗോൾ പോസ്റ്റ് മാറ്റുന്നത് പോലെയുള്ള അത്തരത്തിലുള്ള പല പ്രവൃത്തികളും, അത് വൈകാരികത നമ്മൾ ആളിക്കത്തിച്ചാൽ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് പലപ്പോഴും ജനശ്രദ്ധ തിരിച്ചുവിടാനായി കഴിയും. അത് നന്നായി അറിയാവുന്നത് സംഘപരിവാറിന്റെ പ്രവൃത്തികൾക്കാണ്. എന്നാൽ ഇത് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിയാണെന്നുള്ളത് മാത്രമല്ല,
ഈ 18ാം ലോക്സഭയുടെ കാലത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല, ആ സ്ഥാനം വാസ്തവത്തിൽ ഇന്ന് കോൺഗ്രസിനല്ലേ ലഭ്യമാകേണ്ടത്? ഈ ഭരണഘടനയനുസരിച്ച് ഇന്ത്യയുടെ ലോക്സഭയ്ക്കും ഇന്ത്യയുടെ രാജ്യസഭയ്ക്കും പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 17ാം ലോക്സഭയുടെ കാലത്തും പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. അന്ന് BJP നേതാക്കൾ പറഞ്ഞത് അതിനുള്ള അംഗസംഖ്യ പ്രധാനപ്പെട്ട പാർട്ടിക്കില്ല എന്നാണ്. ഇപ്പോഴും ഉണ്ട് എങ്കിലും ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം ഇത്തരത്തിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് ഇക്കാര്യങ്ങളിൽ BJPയുടെ ഒരു ബി ടീമായി അത്തരത്തിൽ പല കാര്യങ്ങളിലും വളരെ ഒരു മൃദു ഹിന്ദുത്വ സമീപനം കൈക്കൊള്ളുന്നത് നടാടെയൊന്നുമല്ല. ഇപ്പം നമ്മളിത് ഈ ദേശീയ ഗീതം ശരി, വന്ദേ മാതരം, അതിൻ്റെ എല്ലാ സ്റ്റാൻസയും പാടിത്തീരണമെങ്കിൽ 3 മിനിറ്റും ഏതാനും സെക്കൻഡുകളും വേണം. നാഷണൽ ആന്തം നമ്മൾ ജനഗണമന പാടുകയാണെങ്കിൽ 52 സെക്കൻഡ് കൊണ്ട് അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് പാടി തീർക്കാനായി കഴിയും. ഇവിടെ ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് ഇന്ത്യയുടെ ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അത് ഈ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ നടക്കുമ്പോൾ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി. രേണുക ഒന്ന് നോക്കിക്കോളൂ, അതിൽ നിങ്ങളുടെ തന്നെ ആർക്കൈവ്സിൽ ചിലപ്പോൾ കാണും. സുചേത കൃപലാനിയാണ് വന്ദേ മാതരത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റാൻസ മാത്രമാണ് പാടിയത്. ഇന്ന് നമ്മളിവിടെ ഈ ഗവൺമെൻറ്, ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് 6 സ്റ്റാൻസയും പാടണം എന്നുള്ള നിർബന്ധത്തിലും അതിൻ്റെ ഡയറക്റ്റീവ്സും എല്ലാം വരികയും കേരളത്തിൽ എവിടെ നിന്ന് അറിഞ്ഞുകൂടാതെ ചീഫ് സെക്രട്ടറിയുടേതായ സർക്കുലർ പോവുകയും പിന്നെ ഇത് ഞങ്ങൾ പുറത്തിറക്കിയതല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടല്ല എന്ന് സർക്കാരിൻ്റെ തലപ്പത്തുള്ള മന്ത്രിമാർ പലരും പറയുകയും അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണെന്ന് പറയുകയും ക്ഷമിക്കണം ഇത് ലോക് ഭവൻ, ഇപ്പോഴത്തെ ലോക് ഭവൻ അവിടെ നിന്ന് അറിയിക്കുന്നു ഞങ്ങളങ്ങനെ ആവശ്യപ്പെട്ടിട്ടല്ല എന്നുള്ളത്. സ്വയംഭൂവായി അങ്ങനെ ഒരു സർക്കുലർ കേരളത്തിലേക്ക് വരുമോ? 1937 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ തന്നെയുണ്ട്. 38-ലും 39-ലുമാണ് അദ്ദേഹം ഗാന്ധിജിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 38-ൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്നത്. 1937 പണ്ഡിറ്റ് നെഹ്റു തന്നെ നേതാജിക്ക് എഴുതിയൊരു കത്തുണ്ട്. ആ കത്തിലും ഇത് സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇവിടെ CPIMൻ്റെ ഒരു നിലപാടുണ്ട്. CPIMൻ്റെ നിലപാട് എന്നുള്ളത് ഈ വന്ദേ മാതരത്തിൻ്റെ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രമേ പാടേണ്ടതായിട്ടുള്ളൂ. അതിൽ തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ മതപരമായ പരിപ്രേക്ഷ്യങ്ങളും അത് എല്ലാ മതസ്ഥർക്കും അല്ലെങ്കിൽ മതവിശ്വാസമില്ലാത്തവർക്കും, ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്, ആർക്കും വിശ്വാസമില്ലാതിരിക്കുകയും ഒക്കെ ഉണ്ടാവാം. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവിമാരെ ആരാധിക്കണമെന്നില്ല, ഇന്ന ഒന്നിനെയും ആരാധിക്കണമെന്നില്ല. അത് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാവാം, നിരവധി ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാവാം, നാസ്തികരായിട്ടുള്ളവരുണ്ടാവാം, എല്ലാം ഉണ്ടാവും. ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ഈ പറയുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു ദേശീയ ഗാനത്തിൽ, ദേശീയ ഗീതത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം അടിച്ചേൽപ്പിക്കുന്നത് പോലെ, അത്തരത്തിൽ വ്രണപ്പെടുത്തുന്നത് പോലെയോ അവരെ മുറിവേൽപ്പിക്കുന്നത് പോലെയോ അവർക്കതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകുന്നത് പോലെയോ വരാൻ പാടില്ല. CPIM ഇതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഇവിടെ തന്നെ ഇപ്പോൾ ഒരു പുതിയ ഭേദഗതി ഈ കാര്യത്തിൽ നമ്മുടെ ഈ യൂണിയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കാര്യാലയത്തിൻ്റെതായിട്ടുള്ള ഇടപെടലാണല്ലോ. അത് അത്തരത്തിലുള്ള ഒരുപാട് ചാണക്യ സൂത്രങ്ങളെല്ലാം അവർക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഇനി ദേശീയ ഗീതത്തെ അപമാനിച്ചു എന്നുള്ള നിലയിൽ പറഞ്ഞുകൊണ്ട് ആരുടെയെങ്കിലും മേലെ കേസെടുക്കാനായിട്ട് കഴിയുമോ? നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഉള്ളൊരു സ്ഥിതി എന്താണ്? രാജാവിനേക്കാൾ വലിയ രാജഭക്തിയിലാണ്. നോക്കൂ, ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ വാക്കുകൾ എന്നുള്ളത് ഈ അമ്മമാരെ അടക്കം നിന്ദിക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളിലേക്ക്. ശരി, നമുക്ക് അതിലേക്ക് വരാം. ഇതിൽ കോൺഗ്രസ് ഇപ്പോൾ വിശദീകരിക്കുന്ന കാര്യങ്ങളിൽ താങ്കൾ എങ്ങനെ കാണുന്നു എന്നതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് അതിലേക്ക് വരാം. BCയുടേത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് വരാം. ശ്രീ സമ്പത്ത്, ശ്രീ TP ജയചന്ദ്രൻ, നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണോ ഇത് നിർബന്ധമാക്കുമ്പോൾ, വന്ദേമാതരം ആലാപനം നിർബന്ധമാക്കുമ്പോൾ നിങ്ങൾ കരുതിയത്, അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണോ? 24 മണിക്കൂർ സമയത്തിനകം മാപ്പ് പറയണം എന്ന ഒരു കാര്യം വെക്കുന്നു. രാജ്യം മാപ്പ് തരില്ല എന്നതാണ് അമിത്ഷാ പറയുന്നത്. ഇവിടെ ആലപിക്കുകയോ ആലപിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം, അതിനുള്ള സ്വാതന്ത്ര്യം ഉള്ള നാടാണ്. AICCക്കും അത്തരം സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെയാണിത് ഈ നിലയിലൊക്കെ രാജ്യസ്നേഹം ഊട്ടി ഉറപ്പിക്കുന്ന വിഷയമാക്കി മാറ്റി ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് BJP ശ്രമിക്കുന്നു എന്ന തരത്തിൽ തോന്നിപ്പോകുന്നു? രേണുക, ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ വിഷയമല്ല. രാഷ്ട്രം സ്വീകരിച്ച ഒരു വിഷയത്തിൻ്റെ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. നോക്കൂ, 1996 ആരംഭിച്ച് 1800കളിൽ ആരംഭിച്ച് 40-40 വർഷക്കാലം ഇത് ആലപിച്ച്
ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഒരു വൈദ്യുത സ്ഫുലിംഗം പോലെ ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിച്ച ഒരു മഹത്തായ ഗാനത്തിൻ്റെ 150-ാം വാർഷികമാണ് രേണുക ഇത്. ആ ഗാനത്തെ വികലമാക്കരുത് എന്നുള്ള ഒരു നിയമമാണ് പാസാക്കിയത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ ഗാനം പാടാം, പാടാതിരിക്കാം. കേരളത്തിൽ പാടിയില്ല, ഒന്നും ചെയ്യാനില്ല. പക്ഷെ പാടുമ്പോൾ അതിന് വികലമാക്കരുത്, അതിന് അനാദരിക്കരുത്. ഇനി രേണുക നിങ്ങൾ നോക്കൂ, ഇത് എൻ്റെ സുഹൃത്ത് സമ്പത്തൊക്കെ എല്ലാത്തിലും കുത്തിച്ചെലുത്തുന്ന വർഗീയതയുടെ അളവുകോൽ വെച്ച് നടക്കുക നമ്മൾ. ഈ ഗാനം ഇന്ത്യ രാജ്യത്തെ എൻ്റെ ഓർമ്മയിൽ 1-2 സംസ്ഥാനങ്ങൾ ഒഴികെ, എല്ലാത്തിനെയും എതിർക്കുന്ന ശീലമുള്ള 1-2 സംസ്ഥാനങ്ങൾ ഒഴികെ മുഴുവൻ സംസ്ഥാനങ്ങളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാവരും മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ, അതാണല്ലോ ഇവരിങ്ങനെ താളത്തിൽ പറയുന്നത്, എല്ലാവരും പാടിയില്ലേ? നോക്കൂ, ഇതിൽ ഇവിടെയാണ് മതേതരത്വത്തിൻ്റെ ഒരു ഭീഷണി, ഒരു വ്രണപ്പെടലുണ്ടായത്. സമ്പത്തെ, താങ്കൾ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന് സമ്പത്തിന് അറിയോ? ഒമർ അബ്ദുള്ളയാണ്. 6 സ്റ്റാൻസയും പാടിയപ്പോൾ അദ്ദേഹത്തിന് വ്രണപ്പെട്ടു എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ടോ? ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അത് സ്വീകരിച്ചു രേണുക. നോക്കൂ, AICC മുന്നോട്ട് വെച്ച ഒരു വാക്കിനെ പോലും ആ പാർട്ടിക്കാരെങ്കിലും മൈൻഡ് ചെയ്തിട്ടുണ്ടോ? അത് അംഗീകരിക്കുന്നുണ്ടോ? അവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ടോ? സംസാരിക്കുന്നത് കേരളത്തിൽ ഔദ്യോഗിക ചടങ്ങിന്റെ ഭാഗമായില്ല അത് എന്നൊരു വസ്തുതയുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശ്രീ TP ജയചന്ദ്രൻ, നോക്കൂ, ഈ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച, രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന, അതിലൊക്കെ പ്രധാന കണ്ണിയായ കോൺഗ്രസിനെ ദേശസ്നേഹം ഇനി BJP പഠിപ്പിക്കേണ്ടതുണ്ടോ? അത് ദേശവിരുദ്ധമാണ് എന്ന് കാണിച്ച് ആ നിലയിൽ നിയമ നടപടികളിലേക്ക് കടക്കുന്നത് എത്ര മൗഢ്യമാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. രേണുക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുത്തുന്നതിന് പകരം, ആങ്കർ അല്ലേ, എൻ്റെ സമയം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്നോട് നിർത്താൻ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാ ചോദ്യവും ചോദിച്ചോ, ഞാൻ കേട്ടോളാം. ഇനി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ ഞങ്ങൾ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നില്ല രേണുക. കോൺഗ്രസിനെ ഈ രാജ്യത്തെ ജനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് രാജ്യസ്നേഹം. കോൺഗ്രസ്സുകാർ പഠിപ്പിക്കുന്നു. ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ വായെ കയറിയത്. DK ശിവകുമാർ 6 സ്റ്റാൻസയും പാടിയപ്പോഴും അതേതരത്വം ഇടിഞ്ഞു വീണ് പോയോ? നോക്കൂ, തെലങ്കാനയിലെ രവന്ത് റെഡ്ഡി ഈ പാട്ട് പാടിയപ്പോൾ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഹിമാചൽ പ്രദേശിലെ സുവീന്ദർ സിംഗ് പാടിയപ്പോൾ കുഴപ്പമുണ്ടായോ? ഷിബു സോറന്റെ 4 കോൺഗ്രസ് മന്ത്രിമാരുള്ള ഷിബു സോറന്റെ നാട്ടിൽ ഇത് പാടിയപ്പോൾ കുഴപ്പമുണ്ടായോ? മിസോറാമിൽ പാടിയപ്പോൾ കുഴപ്പമുണ്ടായോ? അപ്പൊ കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടില്ല എന്നുള്ളത് വ്യക്തമായില്ലേ? അപ്പൊ കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടില്ല എന്നുള്ളത് വ്യക്തമായില്ലേ? കേരളത്തിലും ഇല്ല. ഞാൻ കേരളത്തിലും ഇല്ല. നിങ്ങൾ സ്ഥാപിച്ചു തരാം. കേൾക്കൂ, നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കൂ. നോക്കൂ, ഈ മാസം 18-ാം തീയതി മെയ് 18-നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ചടങ്ങ്. 6 സ്റ്റാൻസയും ലീഗുകാരുൾപ്പെടെ മുഴുവൻ ആളുകളും ഇരുന്ന് 6 സ്റ്റാൻസ പാടിയത് കേട്ടോ? പിന്നീട് ആദ്യത്തെ നയപ്രഖ്യാപന സമ്മേളനത്തിൽ, അത് അന്ന് നിയമമായിട്ടില്ല, അന്ന് പകുതിയെങ്കിലും പാടിയോ? കേരളത്തിൽ ഒരു സർക്കുലർ ചീഫ് സെക്രട്ടറി, ആർക്കാ ചീഫ് സെക്രട്ടറി ശമ്പളം കൊടുക്കുന്നത്, ആര് പറഞ്ഞ ആൾ കേൾക്കാന്നൊക്കെ രേണുക നിങ്ങളും ഞാൻ ചർച്ച ചെയ്യണോ? അത് കേരളത്തിൽ സർക്കുലർ പാസ് ചെയ്തോ? ഈ രാജ്യത്ത് രേണുക ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് 30 കൊല്ലത്തോളം ബംഗാൾ ഭരിച്ച്, സമ്പത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്, 30 കൊല്ലം ഭരിച്ച ബംഗാളിൽ, അവിടെ നിന്നാണ് ഈ ഗാനത്തിൻ്റെ ഉത്ഭവമുള്ളത്. രവീന്ദ്രനാഥ് ടാഗോർ ആയാലും ബങ്കിം ചന്ദ്ര ചാറ്റർജി ആയാലും, ആ സംസ്ഥാനത്ത് CPM-ന്റെ കുതന്ത്രങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞ് അവിടെ ഈ വർഷം BJP അധികാരത്തിൽ എഴുതിയ വർഷം കൂടിയാണ്. ഈ വർഷം എന്ന് പറയുന്നത് വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികമാണ്. ഇന്ന് നിങ്ങളറിയാം, ഇന്ത്യ രാജ്യം മുഴുവൻ ഏറ്റെടുത്ത ഒരു വൈദ്യുത സ്ഫുലിംഗം പോലെ അവരെ ആവേശഭരിതമാക്കുന്ന ഒരു ഗീതമാണ്. ആ ഗീതത്തിൽ AICC കൊടുത്ത സർക്കുലർ പോലും 4ആയി ചുരുട്ടി കീറി കുപ്പയിലെറിഞ്ഞ് AICയുടെ ആസ്ഥാനത്ത് പാടിയപ്പോൾ, ഇവിടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ മാതിരി അല്ലല്ലോ പവൻ ഖേര പറഞ്ഞത്. പവൻ ഖേരയേക്കാൾ വലിയ ആളാണോ നമ്മൾ വിളിച്ചു വരുത്തിയിരിക്കുന്ന റോണിക്ക്? അല്ല റോണി, എന്താ പവൻ ഖേര പറഞ്ഞത്? അനാദരിച്ചിട്ടില്ല. എന്താണ് സാർ അവിടെ ജയറാം രമേശ് പറഞ്ഞത്? കസേര ചോദിച്ചതായിരുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് അറിയാൻ രേണുക, ഈ ഗാനത്തെ എതിർക്കുന്നത് കോൺഗ്രസിന്റെ ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമാണ്. ഞങ്ങൾ അവരെ ദേശസ്നേഹം പഠിപ്പിക്കുന്നില്ല, ഞങ്ങൾ അവരെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നില്ല, ഈ രാജ്യത്തെ ജനത പഠിപ്പിക്കുമെന്നാണ്, ഈ രാജ്യത്തെ ജനങ്ങൾ പഠിപ്പിക്കുമെന്നതാണ് അമിത്ഷായും ആ വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചത്. ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ 19 ദിവസം സഭ നടന്നു. ഒരു മൈലേജ് കോൺഗ്രസിനെ സംബന്ധിച്ച് ആ സഭാ നടപടികൾ പൂർണ്ണമാകുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ അവസാന ദിവസം അമിത്ഷായും പ്രധാനമന്ത്രിയും എത്തുന്നു, വന്ദേമാതരം പാടി
അവസാനിപ്പിക്കുകയാണ് സഭാ നടപടികൾ അനിശ്ചിതമായി. അവിടെ അടികിട്ടിയ പോലെ നിന്നു പ്രതിപക്ഷം. അവിടെ നിന്നതാ ഇപ്പോൾ സ്വാതന്ത്ര്യദിന ആഘോഷം കഴിയുമ്പോൾ മൂക്കിടിച്ച് വീണിരിക്കുന്നു പ്രതിപക്ഷം എന്ന് പറയാം. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് എന്താണോ BJP പ്ലാൻ ചെയ്തത് അതൊക്കെ നടന്നിരിക്കുന്നു. കോൺഗ്രസിന് വിശദീകരിക്കാൻ പോലും പറ്റാതെ നിൽക്കുകയാണോ ഈ അവസ്ഥയിൽ? വടിക്കൽ കൊണ്ട് കാലമുടയ്ക്കുക എന്നൊരു പ്രയോഗമുണ്ടല്ലോ രേണുക, ഇത് തന്നെയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് പൊതുവെ വിജയകരം, പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വിജയകരം എന്ന് വിലയിരുത്തിയ 18 ദിവസത്തിന് ശേഷം 19ാം ദിവസം കോൺഗ്രസ് പാർട്ടിക്കും പ്രതിപക്ഷത്തിനും അടിപതറി. 20ാം ദിവസം, അതായത് അതിനുശേഷം സ്വാതന്ത്ര്യദിനം വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, AICCയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്വതസിദ്ധമായ ഏകോപനമില്ലായ്മ അല്ലെങ്കിൽ ഒരു അഴകുഴമ്പൻ സമീപനം ദൃശ്യമായി. ഇവിടെ നോക്കൂ, കോൺഗ്രസ് പാർട്ടി ക്ലെയിം ചെയ്യുന്നത് എന്താണ്? തങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്, വന്ദേ മാതരത്തെക്കുറിച്ച് വ്യക്തമായ നിലപാടുണ്ട്, ദേശീയതയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. 1937 AICC പ്രമേയം അനുസരിച്ച് ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രമാണ് കോൺഗ്രസ് പാർട്ടി ഔപചാരികമായി അംഗീകരിച്ചിട്ടുള്ളത്. അത് പാടണം, പാടിയിരിക്കും, പാടേണ്ടതാണ് എന്നതാണ് നിലപാട്. അല്ലാതെ വന്ദേ മാതരത്തെ പൂർണ്ണമായി അവഗണിക്കുക എന്നത് കോൺഗ്രസ് നിലപാടാണ് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ പൂർണ്ണമായി അത് പാടേണ്ടതില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു രീതി, അതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കോൺഗ്രസ് എത്ര സ്വരത്തിലാണ് സംസാരിച്ചിരിക്കുന്നത്? കേരളത്തിൽ വന്ദേ മാതരം പാടിയിട്ടേയില്ല. ഒരു പ്രതീതി ഉണ്ടായി, ഒരുപക്ഷെ പാടേണ്ടി വരും. കേന്ദ്ര ഡയറക്റ്റീവ് ഉണ്ട്, അത് ചീഫ് സെക്രട്ടറി ഈ താഴെത്തട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്രത്തെ നിർദ്ദേശം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് ഇവിടെ ഡയറക്റ്റീവ് മാത്രമാണ്, അത് പാലിക്കണമെന്ന് നിർബന്ധമില്ല. അല്ല, നിർബന്ധമില്ലാത്തൊരു കാര്യമാണ്. അതുമാത്രമല്ല, ഭരണഘടനാപരമായി നോക്കിയാലും നിയമം, ഈ നമ്മുടെ ഒരു ലെജിസ്ലേഷൻ അനുസരിച്ച് നോക്കിയാലും പാടണമെന്ന് ഒരു നിർബന്ധവുമില്ലല്ലോ. എവിടെയാണ് പറയുക വന്ദേ മാതരം നിർബന്ധമായി ആലപിച്ചിരിക്കണമെന്ന് പറയുന്നത്? എവിടെയാണ്? പാടിയാൽ അത് പൂർണ്ണമായി പാടണം എന്ന നിർദ്ദേശം വന്നിരിക്കുന്നത്, ഒരു എക്സിക്യൂട്ടീവ് ഡയറക്റ്റീവ് എന്ന നിലയിൽ വന്നിരിക്കുന്നത് ഈ ജനുവരി മാസം 28-ാം തീയതിയാണ്. അതിനുശേഷം ഇവിടെ ജൂലൈ മാസം 9-ാം തീയതിയാണ് മറ്റൊരു കേന്ദ്ര ഡയറക്റ്റീവ് വന്നിരിക്കുന്നത്. ഇതെല്ലായിടത്തേക്കും എത്തിക്കണം. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം പോലെയുള്ള ചടങ്ങുകൾ, എണ്ണിപ്പറയുന്ന ചടങ്ങുകളിൽ തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും എങ്ങനെയാണ് പാടേണ്ടത്, അതിൻ്റെ ക്രമം നിശ്ചയിച്ചിരിക്കുന്നു. അത് 2ാമത്തെ ഒരു ഡയറക്റ്റീവാണ്, സർക്കുലറാണ്. ഇത് പൂർണ്ണമായി പാലിക്കാൻ ഒരു പക്ഷേ സർക്കാർ നേരിട്ട് നിയമപരമായ ബാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു ഡയറക്റ്റീവ് മാത്രമാണ്, നിർദ്ദേശം മാത്രമാണ്. പക്ഷേ അനാദരം എന്ന് പറയുന്നത് നിയമം അപ്പോഴാണ് രംഗത്ത് വരുന്നത്. എന്താണ് നിയമം? 2026 പാർലമെന്റ് പാസ്സാക്കുകയും പ്രസിഡന്റ് ഒപ്പിടുകയും ചെയ്ത് നിയമമായി വന്നിരിക്കുന്ന വന്ദേ മാതരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് 1971 ആക്ട് അമെൻഡ് ചെയ്തുകൊണ്ട് 3ാമത്തെ അനുച്ഛേദം അമെൻഡ് ചെയ്തുകൊണ്ട് പ്രിവെൻഷൻ ഓഫ് നാഷണൽ ഓണർ, ഡിസ്റപ്ഷൻ ഓഫ് നാഷണൽ ഓണർ എന്ന വകുപ്പ് അമെൻഡ് ചെയ്തുകൊണ്ട് കൂട്ടിച്ചേർത്ത ഭാഗമാണല്ലോ നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം എന്നിവയോടൊപ്പം നാഷണൽ സോങ്, അതായത് വന്ദേ മാതരം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ 2 രീതിയിൽ വികലമാക്കാൻ പാടില്ല. ഒന്ന് ഡെലിബറേറ്റ്, അതായത് കരുതിക്കൂട്ടിയുള്ള ഡിസ്റപ്ഷൻ, അല്ലെങ്കിൽ ഇത് പാടുന്നവരെ തടയുന്ന സമീപനം. ഇത് ചെയ്യാൻ പാടില്ല, അത് ക്രിമിനൽ ഒഫൻസാണ്. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന, പിഴയും കൂടി ലഭിക്കാവുന്ന ഒഫൻസാണ്. ഇത് നിയമമാണ്. അത് അറിയാത്തയാളല്ല ശ്രീമതി സോണിയാഗാന്ധി. അപ്പോൾ സോണിയാഗാന്ധി എന്തു പറഞ്ഞു എന്നതല്ല, അവിടെ ആകെ നമ്മുടെ മുന്നിലുള്ളത് AICC ഓഫീസിൽ ആ ഒരു പതാക ഉയർത്തുന്നതിനൊക്കെ ശേഷം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ 15 മിനിറ്റ് സംസാരത്തിനൊക്കെ ശേഷം വന്ന വാക്കുകൾ, അവിടെ ആ ഒരു ശരീരഭാഷ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സോണിയാഗാന്ധി സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഭൂമി മലയാളത്തിലുള്ള എല്ലാവരും അത് കണ്ടവരെല്ലാം പറയും അത് നിർത്തൂ എന്ന് പറയുകയാണ്. അപ്പം ഡെലിബറേറ്റ് ഡിസ്റപ്ഷനാണ് എന്ന് വാദിക്കാം. പക്ഷേ അതിൻ്റെ ഓഡിയോ പൂർണ്ണമായി ലഭ്യമല്ല. രാഹുൽ ഗാന്ധിയുടേതായ ഒരു ഓഡിയോ ഉണ്ട് എന്ന് പറയുന്നു. അതും പൂർണ്ണമായി പുറത്തുവിട്ടിട്ടുള്ള ഓഡിയോ ആണ്. അപ്പോൾ അത് തങ്ങളുടെ നയമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ നയമല്ല വന്ദേ മാതരം പാടുക എന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ? വന്ദേ മാതരം പാടണ്ട എന്ന് രാഹുൽ ഗാന്ധി നിലപാടെടുത്തിരിക്കുന്നു. പൂർണ്ണമായി പാടുക എന്ന നിലപാട് സേവാദൾ എടുത്തിരിക്കുന്നു. സേവാദളിനെയാണല്ലോ ചുമതലപ്പെടുത്തിയത്. കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ സേവാദളിൻ്റെ വോളണ്ടിയേഴ്സ് അവർ ചേർന്നാണല്ലോ പാടിയത്.
അപ്പോൾ ഈ കോർഡിനേഷനിൽ പെശകി. ഒരുപക്ഷെ 2 ചരണം മാത്രം പാടണം എന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. അത് ആക്സിഡൻ്റലി സംഭവിച്ചതാണ് എന്ന് ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കാം. അത് അങ്ങനെ തന്നെയാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. വെറും വാദമല്ല, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. പക്ഷേ ഒരു പാട്ട് തുടരുമ്പോൾ അതിനിടയിൽ വെച്ച് എങ്ങനെയാണ് ഡിസ്റപ്റ്റ് ചെയ്യുക? അതൊരിക്കലും സഭ്യമായ ഒരു കാര്യമല്ല. അത് ഏത് രീതിയിലുള്ള ശരീരചലനങ്ങളാണെങ്കിലും ശരി, തീർച്ചയായും. അതായത് മല്ലികാർജുൻ ഖാർഗെ 15 മിനിറ്റ് നിന്ന് സംസാരിക്കാൻ കഴിയുന്ന മല്ലികാർജുൻ ഖാർഗെക്ക് അന്നേരമില്ലാത്ത ക്ഷീണം വന്ദേ മാതരം പാടുമ്പോൾ 3 മിനിറ്റ് 10 സെക്കൻഡ് പാടുമ്പോൾ എങ്ങനെയാണ് വേണ്ടത്? അവിടെ കസേര കൊണ്ടുവരാന്നൊക്കെ പറയുന്നത് തൊടുന്യായമാണ്. അതിനർത്ഥം കോൺഗ്രസിന് ഭയപ്പാടുണ്ട്. നിയമം ഒരുപക്ഷെ സോണിയാഗാന്ധിയെ തേടി വരും. ഡിസ്റപ്ഷൻ എന്ന വകുപ്പ് എന്തായാലും ആദ്യ പരാതി ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ആദ്യ പരാതി സോണിയാഗാന്ധിക്കെതിരെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് BJP തന്നെയാണ്, BJP നേതാവ് തന്നെയാണ് ആ പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടില്ല എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിന്റെ ആനുകൂല്യം കിട്ടുമോ എന്നത് അറിയില്ല. ശ്രീ റോണി കെ ബേബി, നോക്കൂ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് മുഴുവൻ ആലപിക്കാം അല്ലെങ്കിൽ ആലപിക്കാതിരിക്കാം, അതിനകത്തൊരു തീരുമാനമെടുക്കാം. സഭയിലൊക്കെ എടുത്തിട്ടുള്ള നിലപാട് നമ്മുടെ മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമാണ് മുഴുവനും പാടുന്നതെന്നാണ്. ഇപ്പോഴല്ല, 37 മുതൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അതാണ്. അപ്പോൾ ഈ സേവാദളുമായുള്ള ആശയവിനിമയത്തിൽ അപാകതയുണ്ടായെന്ന് വെച്ചാൽ സേവാദളിന് അക്കാര്യങ്ങൾ അറിയാത്തതാണ്. അത് പുറത്തുനിന്ന് വന്ന സംഘടനയോ ആളുകളോ ഒന്നുമല്ലല്ലോ, നിങ്ങളുടെ തന്നെ ഭാഗമല്ലേ. അപ്പോൾ സേവാദളിന് ഇത് അറിയാത്തതാണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നിങ്ങൾ സഭയിൽ ഉൾപ്പെടെ പറഞ്ഞ ഒരു വ്യക്തമായ നിലപാട് AICC ആസ്ഥാനത്ത് പോലും നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത്തരമൊരു സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നത് എന്തിനാണ് പിന്നീട് അങ്ങനെ ഒരു എന്താ ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന നിലപാട് സഭയിലും പുറത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്നൊരു ചോദ്യമില്ലേ റോണി കെ ബേബി? കോൺഗ്രസിനില്ല. ആദ്യം വെച്ച് തന്നെ വളരെ വ്യക്തമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് സ്റ്റാൻഡ് എടുക്കേണ്ടതില്ലായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ഇതിന്റെ അഭിപ്രായം പറയേണ്ടതില്ലായിരുന്നല്ലോ. പാർലമെന്റിൽ ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നിയമം വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിനെ എതിർക്കില്ലായിരുന്നല്ലോ. ഇതിന്റെ അകത്ത് ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഞാൻ പറഞ്ഞത് ഇതിന്റെ അകത്ത് രാഷ്ട്രീയ കുഴപ്പം സംഭവിച്ചു. ഞാൻ എന്റെ പ്രസന്റേഷന്റെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് AICC ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു കോർഡിനേഷന്റെ പാലിച്ചുണ്ടായി. ഇപ്പൊ തന്നെ പാർട്ടി ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാത്തിനെയും ന്യായീകരിച്ചാണ് ചെയ്യുന്നത്. ഇന്നലെ ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഒരു പാലിച്ചു ഉണ്ടായി. പക്ഷെ ആ പാലിച്ചു ഉണ്ടായി എന്നുകൊണ്ട് ഞങ്ങളുടെ പ്രഖ്യാപന നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. AICC ആസ്ഥാനത്ത് മാത്രമാണ് ആ പാളിച്ച സംഭവിച്ചതെങ്കിൽ താങ്കൾ പറയുന്നത് ശരിയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് 3 സംസ്ഥാനങ്ങളിൽ സംഭവിച്ചതിന് അപ്പോൾ എന്താണ് ന്യായീകരണം? പിന്നെ നോക്കൂ, ഒരു പാളിച്ച സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ക്യാമറകൾക്ക് മുന്നിലാണ് താനെന്ന് ബോധ്യമില്ലാത്ത ആളല്ല സോണിയാഗാന്ധി. ദേശീയ ഗീതത്തെ അപമാനിക്കുന്നത്, അനാദരവ് കാട്ടുന്നത് കുറ്റകരമായി രാജ്യത്ത് വന്നിട്ടുണ്ട് എന്ന നിയമം പാസ്സായിട്ടുണ്ട്, നിയമ ഭേദഗതി പാസ്സായിട്ടുണ്ട് എന്നറിയാവുന്ന വ്യക്തി തന്നെയാണ്. അപ്പോൾ അതിനു മുന്നിൽ നിന്ന് ആ നിലയിലുള്ള ചേഷ്ടകൾ കാണിച്ചാൽ അതെങ്ങനെയാകും രാജ്യം ഭരിക്കുന്ന പാർട്ടി ഉപയോഗപ്പെടുത്തുക എന്ന് ബോധ്യമില്ലാത്തതാണോ? അപ്പോൾ എന്താണ്, ഒരു തരത്തിലും ന്യായീകരണങ്ങൾ പരസ്പരം ബന്ധപ്പെടുന്നില്ല, വ്യക്തമാകുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം എന്താണോ ചെയ്യുന്നത് ആ രീതിയിൽ അവിടെ സംഭവിക്കാതിരുന്നപ്പോൾ സോണിയാഗാന്ധി സ്വാഭാവികമായിട്ടും ഇത് ആ ദേശീയ ഗീതത്തെ അപമാനിച്ചുകൊണ്ടല്ല, ഡിസ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടല്ല, വളരെ മാന്യമായ രീതിയിൽ സോണിയാഗാന്ധി അതിനുള്ള ആംഗ്യഭാഷ അതിന് സോണിയാഗാന്ധി പോയി അല്ലെങ്കിൽ ദേശീയ ഗീതത്തെ അപമാനിച്ചു അംഗീകരിക്കാം. പക്ഷെ സോണിയാഗാന്ധി ഇതിനെ റെസ്പെക്ട് ചെയ്യുന്നതിനെ ഉന്നയിച്ചു. ഇതിന്റെ അകത്ത് കൃത്യമായി നൽകാൻ സന്ദേശം, ഇത് പാർട്ടിയുടെ നിലപാടല്ല എന്നുള്ള കൃത്യമായ സന്ദേശം ഈ രാജ്യത്തിൽ നൽകിയിട്ടുണ്ട്. ന്യായീകരിക്കാൻ വേണ്ടി കാര്യമില്ല. അവിടെ ഒരു കോർഡിനേഷൻ പാലിച്ചുണ്ടായി. പക്ഷെ അവിടെ തെറ്റുപറ്റി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ വളരെ മാന്യമായി നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെയുള്ള രീതിയിൽ സന്ദേശം അവിടെ കൈമാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചു, ഒറ്റ കാര്യം എനിക്ക് പറയുന്നത്, ഈ ഇന്റർനാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് ഒരു സംഭാവന നൽകിയിട്ടില്ല എന്ന് വെച്ചു തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധം അതിനുള്ള ഞാൻ ഒറ്റ കാര്യം വന്നിട്ടെ. 1896 ഇന്ന് മുതൽ ഈ വന്ദേ മാതരം ഉയർത്തിയവരാണ് ഞങ്ങൾ. RSS രൂപപ്പെട്ടതിനു ശേഷം അവര് എത്ര വർഷം കഴിഞ്ഞു? 2006 BJP ആദ്യമായി ഈ വന്ദേ മാതരം മുഴുവൻ ചെയ്യണമെന്ന് BJP പോലെ നിലപാടെടുത്തു.
2006 അതിനൊരു ജനസംഘം ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ ജനസംഘത്തിന്റെ നേതാവായിട്ട് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയാണ് നേതാക്കളാണെങ്കിലും ചട്ടകടന നിർമ്മാണ സഭയിൽ ഇരുന്ന് ഐക്യകണ്ഠ്യേന യുനാനിമസ് ആയി തീരുമാനിച്ചതാണ് ആദ്യത്തെ 2 ചരണം പാടിയാൽ മതിയെന്ന്. അവിടെ എന്താ ഈ പറയുന്ന ജനസംഘത്തിന്റെ നേതാക്കൾ അതിന് വിരുദ്ധമായ നിലപാടെടുക്കാതിരുന്നത്? ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിക്ക് വിയോജനക്കുറിപ്പ് എഴുതാമായിരുന്നല്ലോ. പക്ഷേ ഇതിനകത്ത് ഒന്നിച്ചെടുത്ത ഒരു തീരുമാനം, ആദ്യത്തെ 2 സ്റ്റാൻസ് മാത്രം പാടിയാൽ മതി. 2006 വരെ BJP 1984 പാർട്ടിയല്ലേ. 2006 വരെ എന്താ BJP ഇതിനകത്ത് നിലപാടെടുക്കാതിരുന്നത്? പിന്നെ പറയുന്നത് പല കാര്യങ്ങളും. 1992 വരെ ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിക്കാത്ത പ്രസ്ഥാനമാണ് RSS. 1992 RSSന്റെ നാഗ്പൂരിലെ കേന്ദ്ര കാര്യാലയത്തിൽ ദേശീയ പതാക ഉയർത്തിയത്. ഞാൻ ചോദിക്കട്ടെ, BJPയോ RSSോ ഈ മൂവർണ്ണ കൊടിയെ ദേശീയ പതാക അംഗീകരിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഞങ്ങൾ ദേശീയ പഠിപ്പിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പേര് പറയാമോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോരാടുന്ന ഞങ്ങളെ രാജ്യസ്ഥാനം പഠിപ്പിക്കില്ല. ഞങ്ങൾക്ക് പാലിച്ചുണ്ടായി. ഇതിനകത്ത് വളരെ സിദ്ധമായ നിയമത്തിന് പഞ്ചിൽ നിന്നുകൊണ്ട് ഇതിനായിട്ടുള്ള സന്ദേശം സോണിയാഗാന്ധി വന്നിട്ടുമാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ശരി, റോണി കെ ബേബി, എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല. താങ്കളുടെ ഓഡിയോ വളരെ പ്രശ്നമാണ്. എല്ലാ ചർച്ചകളിലും നല്ല രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് താങ്കളെന്ന് എനിക്കറിയാം. പക്ഷേ താങ്കൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ മറ്റ് പാനലിസ്റ്റുകൾക്കോ പ്രേക്ഷകർക്കോ കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും BJPക്ക് ഇങ്ങനെയൊക്കെ പറയാനുള്ള എന്തർഹതയുണ്ട് എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ദേശീയ പതാകയെ പോലും എപ്പോഴാണ് അംഗീകരിച്ചു തുടങ്ങിയത് RSS എന്ന കാര്യമാണ് ചോദിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എ സമ്പത്ത്, നോക്കൂ, ഇന്ന് സംസ്ഥാനത്ത് വന്ദേമാതരം ആലപിക്കാത്തത് BJP വലിയ വിഷയമാക്കി എടുത്തിരിക്കുകയാണ്. അത് ജമാഅത്തെ ഇസ്ലാമിക്കും ലീഗിനും കീഴടങ്ങിയിരിക്കുന്നു എന്ന കാര്യമാണ് പറയുന്നത്. അതൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. എന്താണ് അതിൻ്റെ വരും വരായിക എന്നത് ഒരു ഭീഷണി സ്വരത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തുന്നതിനെ എങ്ങനെ കാണുന്നു? മാത്രവുമല്ല, കേരളത്തിലെ ഈ സാഹചര്യം ദേശീയ തലത്തിലും വലിയ രാഷ്ട്രീയ ആയുധമാക്കാനാണ് BJP ഒരുങ്ങുന്നത്. അപ്പോൾ വന്ദേമാതരമാണ് ഇനി അങ്ങോട്ടുള്ള ആയുധമെന്ന് വ്യക്തമാവുകയാണോ? ഞാനിപ്പോൾ കേരളത്തിലെ ബഹുമാനപ്പെട്ട BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് ഞാൻ എന്തെങ്കിലും പഠിപ്പിക്കാനെന്ന് ഞാൻ ആളല്ല. പക്ഷേ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മഹത്തായ ചരിത്രം പഠിക്കുമ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വരുന്നത് 1947 ശേഷമാണല്ലോ. ഞാൻ അതിലെ ഓഗസ്റ്റ് 14 1947 അർദ്ധരാത്രി സുജാത കൃപലാനി ഒരു സ്റ്റാൻസ പാടിയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നമ്മുടെ മലയാളക്കരയിൽ നിന്ന് 3 വനിതകളും ഉണ്ടായിരുന്നു. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും ആനി മസ്ക്രീനും. 15 വനിതകളിൽ 3 പേരും മലയാളികളുമായിരുന്നു. ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ചർച്ചകൾക്ക് ശേഷം അവിടെ തീരുമാനിച്ചിട്ടുള്ളത്, മിനിറ്റ്സ് പരിശോധിച്ചാൽ മതി, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പാർലമെന്റിൽ ഇപ്പോഴും ഉണ്ട്, നമ്മൾ ഈ ചർച്ചകളെല്ലാം നടത്തുമ്പോൾ 2 സ്റ്റാൻസ, വന്ദേ മാതരത്തിൻ്റെ ആദ്യത്തെ 2 സ്റ്റാൻസ, അതാണ് നാഷണൽ സോങ്ങായി ഭരണഘടനാ നിർമ്മാണ സഭ തന്നെ അംഗീകരിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്നുള്ള നിലയിലേക്ക് രാജ്യസ്നേഹം വല്ലാതെ മൂത്ത് ഞങ്ങൾക്കാണ് നിൽക്കുന്നത്, ബാക്കി എല്ലാവരും രാജ്യവിരുദ്ധരാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടി അത്തരത്തിൽ സംഘപരിവാർ പ്രവൃത്തികൾ അത്തരത്തിൽ ശ്രമിക്കുന്നുവെങ്കിൽ അവർ നടത്തിക്കോട്ടെ ആ കാര്യങ്ങൾ. അതുകൊണ്ടൊന്നും തന്നെ പഴയകാലത്തെ അവരുടേതായിട്ടുള്ള ഇനി എത്രമാത്രം അറേബ്യയിൽ നിന്നുള്ള സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് കൈ കഴുകിയിരുന്നാലും ഓൾ ദ പെർഫ്യൂംസ് ഓഫ് അറേബ്യ എന്നൊരു പഴയൊരു ചൊല്ലുണ്ടല്ലോ, അതൊന്നും കൊണ്ട് അവരുടെ കയ്യിലെ രക്തക്കറയൊന്നും അങ്ങനെ പോകാൻ, അത് കഴുകിക്കളയാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ഈ പുതിയ ഭേദഗതി കൊണ്ടുവന്നു, രേണുക ഇപ്പോൾ പറഞ്ഞതായിട്ടുള്ള ഭേദഗതി, ആ ഭേദഗതി എന്നുള്ളത് ഇവിടെ ചില കാര്യങ്ങളിൽ അതിൽ വല്ലാത്ത അവ്യക്തത നിലനിൽക്കുന്നതാണ്. ആ അവ്യക്തത നിലനിൽക്കുന്നത് എന്നത് നമ്മളിപ്പോൾ പരിശോധിച്ചാൽ ആരെ എങ്ങനെ കേസെടുക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ ഈ ചർച്ചയിൽ തന്നെ ഇതിൽ ദേശീയ ഗീതത്തെ അപമാനിച്ചു എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിനെ ആ പാടുന്നതിനെ തടയാൻ ശ്രമിച്ചു എന്ന നിലയിലെല്ലാം നിയമ നടപടികൾ കൈക്കൊള്ളണം എന്ന് വെച്ചോളൂ. ഒരു പീനൽ ലോ
ഏതെങ്കിലും വിധത്തിൽ പിഴയോ തടവോ ശിക്ഷിക്കുന്ന വിധത്തിലേക്ക് വരുന്ന ഒരു പീനൽ ലോ അല്ല, ഒരു ടാക്സേഷൻ ലോ. അത് ഈ രാഷ്ട്രത്തിൽ നിലവിൽ വരണമെങ്കിൽ അത് പ്രസിഡന്റ് ഒപ്പുവെച്ച് ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനം വരണം. ആ വിജ്ഞാപനം വന്നാൽ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപന തീയതി മുതലോ അല്ലെങ്കിൽ എന്ന് മുതൽ പിന്നീട് പ്രോസ്പെക്റ്റീവ് എഫക്റ്റിലേ വരാൻ പറ്റുള്ളൂ. അതിന് മുൻകാല പ്രാബല്യം കൊടുക്കാനായി കഴിയില്ല നമ്മുടെ രാഷ്ട്രത്തിൽ. ഇതിൻ്റെ പേരിൽ ഒരു കേസും ഒരു കോടതിയിലും വാസ്തവത്തിൽ നിലനിൽക്കുന്നതല്ല. ഇനി വേറൊരു കാര്യം, ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അധിക്ഷേപിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവിടെ പറയുക. ഇപ്പോൾ ആരെങ്കിലും, ഞാനിപ്പോൾ AICC ആസ്ഥാനത്ത് നടത്താനെ സംബന്ധിച്ചല്ല, ഈ ദേശീയ ഗാനം പാടി അല്ലെങ്കിൽ ദേശീയ ഗീതം പാടി മറ്റുള്ളവർ കൂടെ പാടിയില്ല എന്നുള്ളതാണെങ്കിൽ 1986 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വളരെ പ്രസിദ്ധമായൊരു വിധിന്യായം വന്നിട്ടുണ്ട്. അതിലവിടെ ഈ പെറ്റീഷണർക്ക് വേണ്ടി അവിടെ ഹാജരായത് നരിമാനാണ്, ഫാലിയസ് നരിമാനാണ്. അദ്ദേഹം വളരെ മുതിർന്ന അഭിഭാഷകനായിരുന്നു. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഇന്നത്തെ മുതിർന്ന അഭിഭാഷകരുടെ ഗുരുനാഥന്മാരുടെ ഗുരുനാഥൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കണം. ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയായിരുന്നു അപ്രസിദ്ധമായ കേസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25(1) ബന്ധപ്പെട്ടതാണ്. അതിൽ സുപ്രീം കോടതി ഇക്കാര്യം പൂർണ്ണമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കേസിൽ മാത്രമല്ല, പിന്നീട് ഈ സൽമാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ 2014 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഇക്കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഞാൻ അധികം രാഷ്ട്രീയമായി ഇക്കാര്യത്തെ വലിച്ചഴിച്ച് കൊണ്ടുപോകാനൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും വ്യക്തമായ രാഷ്ട്രീയം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതിലിപ്പോൾ പുതിയ വെപ്രാളപ്പെട്ട് കൊണ്ടുവന്നതായിട്ടുള്ള ഭേദഗതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിലെ ചില കാര്യങ്ങൾ, ഒന്ന്, ഇന്റൻഷണലി പ്രിവെന്റ് എന്നൊരു കാര്യം അതിൽ പറയുന്നുണ്ട്. ഇന്റൻഷണലി പ്രിവെന്റ് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? ഇന്റൻഷണലി പ്രിവെന്റ് എന്നുള്ളതിന്റെ ഡെഫിനേഷൻ ആ നിയമത്തിൽ പറയുന്നില്ല. മറ്റൊരു കാര്യം, കോട്ട്, കോസ് ഡിസ്റ്റർബൻസ് എന്നുള്ളതിന് മലയാളത്തിൽ പല പരിഭാഷയും നമുക്ക് നടത്താം. കോസ് ഡിസ്റ്റർബൻസ് എന്നുള്ളത് ഇപ്പോൾ വേണമെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം, ഒരാൾ കോട്ടുമായിട്ട് അത് കോസ് ഡിസ്റ്റർബൻസ് ആണ് എന്ന്. ആരെങ്കിലും കീഴ്ശ്വാസം വിട്ടു, അതൊരു കോസ് ഡിസ്റ്റർബൻസ് ആണ് എന്ന്. മൈക്ക് ഒരു പക്ഷേ അതിൽ കറപറ ശബ്ദം കേട്ടു, അത് മൈക്കുകാരൻ മനഃപൂർവ്വം ചെയ്താണ് എന്ന്. ഇതിൻ്റെ ഡെഫിനേഷൻ ഇവിടെ പറയുന്നില്ല. ഇന്റൻഷണലി പ്രിവെൻസ് ഇവിടെ പറയുകയാണ്. പുതിയ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളതിലാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്ന ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള, ഇപ്പോൾ ഗസറ്റിൽ വിജ്ഞാപനം വന്നിട്ടില്ലാത്ത, രാഷ്ട്രപതി ഒപ്പുവെച്ചിട്ടുള്ള ഇന്റൻഷണലി പ്രിവെൻസ്. കോസസ് ഡിസ്റ്റർബൻസ് എങ്ങനെ ഒന്നാലോചിച്ച് നോക്കും. ഒരാൾ ഒരു പക്ഷേ ശ്വാസകോശ രോഗിയാണ്, അവിടെ നിന്ന് വല്ലാതെ എന്നുള്ള നിലയിലേക്ക് അങ്ങനെ ശ്വാസം വലിക്കുക, അതും കോസിങ് ഡിസ്റ്റർബൻസ് വേണമെങ്കിൽ ആവാം അല്ലേ. ഇനി അസംബ്ലി എൻഗേജ്ഡ് ഇൻ സച്ച് സിംഗിങ് പറയുകയാണ്. കോസസ് ഡിസ്റ്റർബൻസ്, അസംബ്ലി എൻഗേജ്ഡ് ഇൻ സച്ച് സിംഗിങ് എന്നുള്ള നിലയിലേക്ക്. അപ്പോൾ ഈ വാക്കുകൾ ഉച്ചരിക്കാതെ അവിടെ ഈ അനുസരണയോടെ ജാഗ്രതയോടെ എല്ലാ ബഹുമാനത്തോടും കൂടി അവിടെ നിൽക്കുന്ന ആളുകളുടേത്, ഇതൊന്നും തന്നെ ഇവിടെ ഇതിൽ നിർവചിക്കപ്പെട്ടിട്ടില്ല. ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള നിരവധി വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള, അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഈ രാഷ്ട്രത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒരു ഒളിച്ചോട്ടവും സാധ്യമല്ല. പോരാട്ടങ്ങൾ, പ്രക്ഷോഭങ്ങൾ അത് മുന്നോട്ട് തന്നെ പോകും. ശരി, ശ്രീ TP ജയചന്ദ്രൻ, നോക്കൂ, 80ാമത് സ്വാതന്ത്ര്യദിനമാണ് നമ്മൾ ആഘോഷിച്ചത്. ഇതുവരെ ഈ നിലയിൽ ചെങ്കോട്ടയിൽ വന്ദേമാതരം ആലപിച്ചിട്ടില്ല. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ദേശസ്നേഹത്തിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചോ? ഇല്ല. കേരളത്തിൽ അത് ആലപിച്ചില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിജോയ് ഇമ്മാനുവൽ കേസിൽ അത് നിർബന്ധമല്ല, ദേശീയ ഗാനം പോലും നിർബന്ധം അല്ല എന്ന കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. പിന്നീടാണല്ലോ ഗീതം വരിക. അപ്പോൾ എങ്ങനെയാണ് മുഹമ്മദ് അലി ജിന്നയുടെ വിഭജന രാഷ്ട്രീയം കേരളം നടപ്പാക്കുന്നു എന്ന് ഈ ഒരു സംഭവത്തെ ചൂണ്ടിക്കാട്ടി വിമർശിക്കാൻ കഴിയുക? അപ്പോൾ രാഷ്ട്രീയ നേട്ടം മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് വെളിവാവുകയല്ലേ? അങ്ങനെ രേണുകയെ പോലുള്ള ആളുകൾ വിലയിരുത്തുന്നതിനെ തടയാൻ പറ്റില്ല രേണുക. കാരണം അതാണ് ജനാധിപത്യം. അങ്ങനെ വിശ്വസിക്കാനുമുള്ള പൗരൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്ന ജനാധിപത്യം. പക്ഷേ ചില വസ്തുതകൾ നമ്മൾക്ക് മറന്നു പോകാൻ പറ്റുമോ? എല്ലാവരും 1937 കോൺഗ്രസ് സമ്മേളനത്തിൽ 2 വരി പാടാൻ മതി എന്ന് തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? എന്തേ 1896 മുതൽ ഈ കോൺഗ്രസ് പാർട്ടി ഈ പാട്ട് പാടിയപ്പോൾ കോൺഗ്രസിന് അത് സ്വീകാര്യമായത് എന്തായിരുന്നു? അതിലെന്തെങ്കിലും വർഗീയത രേണുക ഉണ്ടായിരുന്നോ? അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ കോൺഗ്രസിന്റെ AICCയുടെ അധ്യക്ഷനായ കാലഘട്ടം ഉണ്ടായിരുന്നു. ശ്രീ TP ജയചന്ദ്രൻ,
ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപ് രാജ്യത്ത് അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഇപ്പോൾ ഭരണഘടനയെ മറികടന്ന് കൊണ്ടുവരാൻ പറ്റുമോ താങ്കൾക്ക്? അങ്ങനെ ഏതെങ്കിലും ന്യായീകരണം സൃഷ്ടിക്കാൻ പറ്റുമോ? പഴമയിലേക്ക്, ഇന്ത്യയുടെ പുരാതന കാലത്തേക്ക് തിരിച്ചു പോകാൻ അങ്ങനെ ഭരണഘടന മറികടന്ന് എന്തെങ്കിലും നീക്കം നടത്തുമോ? അങ്ങനെ അത് രേണുകയുടെ വ്യാഖ്യാനമാണ്. രേണുക അങ്ങനെ പാലിക്കപ്പെട്ടു പോകുന്നത് അതേപടി നിർത്താനല്ല ജനങ്ങൾ BJP അധികാരത്തിലേറ്റിയത്. അങ്ങനെയാണെങ്കിൽ ചെങ്കോട്ടയിൽ ചെങ്കൊടി മാറ്റാൻ പോയ CPM-കാരെ ഏറ്റാമായിരുന്നു, ഇന്ത്യ ഭരിച്ച കോൺഗ്രസിനെ കയറ്റാമായിരുന്നു. നിങ്ങളിപ്പോൾ അനുസ്മരിച്ച മറ്റൊരു കാര്യം ഓർക്കുന്നു, 370-ാം വകുപ്പ് അത് ഇന്ത്യ രാജ്യത്ത് മാറ്റിയവ കത്തിക്കുമെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായത് ഇന്നത് നിലവിലില്ല. ആ രാജ്യത്തെ, ആ സംസ്ഥാനത്തെ ജനങ്ങൾ അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചിരിക്കുന്നു. രാജ്യത്തെ ഇത്തരം മാറ്റങ്ങൾ രാജ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് നടപ്പിലാക്കും. അത് പരിശോധിക്കാൻ എന്താ രേണുക വഴി? ശ്രീ ടി.പി. ജയചന്ദ്രൻ, ഈ രാജ്യം എന്ന് പറയുന്നത്, രാജ്യത്തിലെ മനുഷ്യർ എന്ന് പറയുന്നതിൽ ഇതിനോട് ആശങ്കയുള്ളവർ ഉൾപ്പെടുന്നില്ലേ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കറിയാമല്ലോ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ചില ആശങ്കകളുണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ ഈ പറയുന്ന 1936 ശേഷം അത് മാറ്റിയതെന്ന് പറഞ്ഞാൽ ഈ രാജ്യം അവരുടേതും കൂടിയാണ്, അവരുടെ ആശങ്കകളും പരിഗണിക്കപ്പെടണമെന്ന് കണ്ടുകൊണ്ടാണ് മതനിരപേക്ഷ നാട് അത് ഒഴിവാക്കിയത്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന നാട് അത് ഒഴിവാക്കിയത്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ വിഭാഗക്കാർക്ക് ആശങ്കകൾ ഉണ്ടാകും. അവരെ അഡ്രസ്സ് ചെയ്യുന്നവർ അത് പറയും. അത് സ്വാഭാവികമല്ലേ? അല്ല, രേണുക ഈ നരേഷൻ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ കാശ്മീർ മുഖ്യമന്ത്രിയുടെ കഥ ചോദിച്ചത് നിങ്ങളോട്. അദ്ദേഹം പാടിയല്ലോ, അദ്ദേഹം മുസ്ലിം അല്ലേ? അബ്ദുൽ കലാം ആസാദ് മുസൽമാനല്ലേ? ഈ മുസൽമാന്റെ അങ്ങനത്തെ ആരും അങ്ങനെ അതിൻ്റെ അട്ടിപ്പറ അവകാശം ഒന്നും ഏറ്റെടുക്കണ്ട. പകരം നിങ്ങൾ ഒരു കാര്യം പറഞ്ഞത് ശരിയാ, മുസ്ലിം ലീഗ് അതിനെ എതിർത്തിരുന്നു. ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അട്ടിപ്പറ അവകാശം മുസ്ലിം ലീഗിനുണ്ടോ? അത് അവർക്കില്ലാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ കേരളത്തിലെ നിയമസഭയിൽ പോലും അവർക്കത് പാടി കേൾക്കേണ്ടി വന്നത്. ഇനി അവരാരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് രേണുക, നിങ്ങളും സമ്പത്തും തെറ്റിദ്ധരിപ്പിക്കരുത് ആളുകളെ. ജനഗണമനയുടെ കാര്യത്തിൽ എന്താ കോടതി പറഞ്ഞത്? പാടേണ്ടതില്ല എന്നല്ല, ഇഷ്ടമുള്ളവർ പാടിയാൽ മതി. പക്ഷെ അതിന് അപമാനിക്കരുത്, നിർബന്ധിക്കാനാകില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ആരെയും അത് പാടണമെന്ന് നിർബന്ധിക്കാനാകില്ല എന്നതാണ് കോടതി ഒരു സംശയത്തിനും ഇടയില്ലാത്ത വധം പറഞ്ഞത്. ഞാൻ മലയാളത്തിലല്ലേ പറയുന്നത്, ഞങ്ങൾക്ക് മലയാളം മനസ്സിലാവൂലേ രേണുക? കോടതി പറഞ്ഞത് അത് തന്നെയാണ്, ആരെയും നിർബന്ധിക്കേണ്ട, എല്ലാവർക്കും പാടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അതിനെ അനാദരിക്കരുത്. ഇനി ഈ കേസ് നടന്നത് 85-ലല്ലേ? അന്ന് BJP അല്ലല്ലോ അധികാരത്തിൽ, കേരളത്തിന്റെ സംസ്ഥാനത്താണ്. റെക്ടിഫൈ ചെയ്യാവുന്ന കുട്ടികളെ പുറത്താക്കിയപ്പോൾ റെക്ടിഫൈ ചെയ്യേണ്ട ഭരണകൂടം കേരളത്തിൽ റെക്ടിഫൈ ചെയ്തില്ല. എന്താണെന്ന് അന്വേഷിക്കണം രേണുക. കേന്ദ്രം ആര് ഭരിക്കുന്നതെന്ന് നോക്കിയല്ലല്ലോ കോടതികൾ ഉത്തരവിടുക. നമ്മുടെ ഭരണഘടന എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കിയാണ് കോടതികൾ ഒരു കാര്യത്തിൽ, ഒരു കേസിൽ, ഒരു ന്യായത്തിലേക്ക് എത്തുക. നമ്മുടെ ഭരണഘടനയാണ് അതിന്റെ മാനദണ്ഡം എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലാണ്ട് കേന്ദ്രം ആര് ഭരിക്കുന്നു എന്നത് നോക്കിയാണോ താങ്കൾ പറഞ്ഞ് മണ്ടത്തരമാണോ ഈ പറയുന്നത്? അല്ല, മണ്ടത്തരം ഞാനാണോ രേണുകയാണോ പറയുന്നത്? ഞാനിപ്പോൾ വായിക്കുന്നത് കേട്ടാൽ മനസ്സിലാവും. ഞാൻ ആ കോടതി ഉത്തരവിൽ 5 പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ രേണുകയുടെ അറിവിലേക്ക് പറയാം. നിങ്ങൾക്ക് വിവരമില്ല എന്നൊന്നും പറയാൻ ഞാനാണല്ല, പക്ഷെ എനിക്ക് വിവരമില്ല നിങ്ങൾ പറഞ്ഞപ്പോൾ വിവരം ഒന്ന് അതല്ല താങ്കൾ പറഞ്ഞതെന്താണ്? താങ്കൾ പറഞ്ഞതെന്താണ്? ഞങ്ങളല്ല അന്ന് ഭരിക്കുന്നത്, കോടതി ആ വിധി പുറപ്പെടുവിച്ചപ്പോൾ എന്നതാണ് പറഞ്ഞത്. അതിനെയാണ് ഞാൻ ഖണ്ഡിച്ചത്. അല്ല രേണുക, ഒരു ആരോഗ്യപരമായ സംവാദത്തിന് നല്ലത് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുകയും അതിന്റെ അർത്ഥം എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയ തെറ്റിദ്ധാരണ ഞാൻ തിരുത്തിയാണ്. ഒന്ന് രേണുക കേട്ടോളൂ. 5 നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി നടത്തിയത്. 1, ദേശീയ ഗാനം പാടാൻ നിർബന്ധിക്കുന്ന പ്രത്യേക നിയമവ്യവസ്ഥ ഇല്ല, രാജ്യത്ത് അങ്ങനെ വ്യവസ്ഥ ഇല്ല. 2, രേണുക ശ്രദ്ധിക്കണം, ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നത് പ്രധാനമാണ്. 3, മതവിശ്വാസത്തിന്റെ പേരിലുള്ള യഥാർത്ഥ മനസാക്ഷി എതിർപ്പ് സംരക്ഷിക്കപ്പെടും. 5, സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് ഭരണഘടനാ വിരുദ്ധം. ഇത് വളരെ കൃത്യമായിട്ട് കോടതി പറയുന്നു. അത് തന്നെ എപ്പോഴും ഞങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് വന്ദേ മാതരം ഇഷ്ടമില്ല, അതിലെവിടെയാണ് നിർബന്ധപൂർവ്വം ആലപിച്ചിരിക്കണമെന്ന് പറഞ്ഞതെന്നാണല്ലോ ഞാൻ ചോദിച്ചത്. കേരളം അത് ആലപിക്കേണ്ട എന്ന് തീരുമാനിച്ചു, ആലപിച്ചില്ല. അവിടെ ആണ് ജിന്നയുടെ വിഭജന രാഷ്ട്രീയം എന്ന ആരോപണം BJP സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തിയത്. അതായിരുന്നു എന്റെ ചോദ്യം. അതിനോടാണ് താങ്കൾ ഇത് പ്രതികരിച്ചത്. അവിടെ താങ്കൾ വായിച്ചതിലും നിർബന്ധപൂർവ്വം കേരളം ഇത് ആലപിക്കണമെന്ന് പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ താങ്കൾക്ക് അനുവദിച്ച സമയം കഴിയുകയാണ്. ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോയതിനു ശേഷം താങ്കളിലേക്ക് വരാം. ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പല വിഷയങ്ങളിലും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സ്വീകരിക്കേണ്ട നിലപാടുകൾ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്.
മറ്റ് ചില വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മൃദു ഹിന്ദുത്വ നിലപാടുകൾ ദേശീയ തലത്തിൽ സ്വീകരിക്കുകയും കേരളത്തിലേക്ക് വരുമ്പോൾ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി അത് മറച്ചു പിടിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല കാര്യങ്ങളും അങ്ങനെ വിശദീകരിക്കാൻ കോൺഗ്രസ് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. സമാനമാണോ വന്ദേ മാതരം വിഷയത്തിലും കോൺഗ്രസിന്റെ പ്രതിസന്ധി? സമാനമാണെന്ന് വേണം കരുതാൻ. കാരണം ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുണ്ട് സംസ്ഥാന തലത്തിൽ. കർണാടകത്തിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണുള്ളത്, കോൺഗ്രസ് ഭരണമാണുള്ളത്. അവിടെ ഇല്ലാത്ത ഒരു പ്രത്യേകത കേരളത്തിനുണ്ട് എങ്കിൽ അത് കേരളത്തിൻ്റെ 45% ജനസംഖ്യ ന്യൂനപക്ഷമാണ്. ഈ ന്യൂനപക്ഷങ്ങളിലെ ചില വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മതവിശ്വാസപരമായി നോക്കുമ്പോൾ ആർട്ടിക്കിൾ 25 അതായത് റിലീജിയസ് ഫ്രീഡം അനുവദിച്ചുകൊണ്ട് ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്, മനസാക്ഷിക്കുള്ള അവകാശം, അത് ഭരണഘടനാപരമായ അവകാശമാണ്, മൗലിക അവകാശമാണ്. അത് ഏതെങ്കിലും ന്യൂനപക്ഷ സമുദായ അംഗങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിൽ അവർ ഒരു വോട്ട് ബാങ്കായിട്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷവും ഈ ന്യൂനപക്ഷങ്ങളെ കൃത്യമായി വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ആയിട്ട് തന്നെയാണ് പൊതുവെ പരമ്പരാഗതമായി കണ്ടിട്ടുള്ളത്. അത് BJPക്ക് ബാധകമല്ല. അത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മുസ്ലിം സമുദായത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തു. ഇവിടെ വരുന്ന ചോദ്യം, ഒരു കൺസിസ്റ്റൻസി വേണ്ടേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഗ്രാൻഡ് ഓൾഡ് പാർട്ടിക്ക് ഒരു ഏകമാന സ്വഭാവം വേണ്ടേ? ഒരു നിലപാടെടുക്കുമ്പോൾ വ്യക്തത വേണ്ടേ? ഒരു നിലപാടുണ്ടെന്ന് പറയുന്നു, പക്ഷേ എല്ലാ സംസ്ഥാനത്തും ഒരുപോലെ വേണം. 2 ചരണം പാടാനാണെങ്കിൽ അങ്ങനെ വേണം, മുഴുവൻ പാടാനാണെങ്കിൽ അങ്ങനെ, ഒഴിവാക്കാനാണെങ്കിൽ അങ്ങനെ. ചില സംസ്ഥാനങ്ങളിൽ ഒരു രീതി, മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റൊരു രീതി, AICC ഓഫീസിൽ മറ്റൊരു രീതി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല. ഒരു രാഷ്ട്രീയ കക്ഷിയൊക്കെ ജനം വിശ്വസിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകണം, നിലപാടുകൾ ഉണ്ടാകണം. ആ നിലപാട് പ്രവൃത്തിയിൽ കാട്ടുകയും വേണം രേണുക, അല്ല എങ്കിൽ എങ്ങനെയാണ് ജനം വിശ്വസിക്കുക? അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു അബദ്ധത്തിൽപ്പെട്ടു എന്ന് പറയുന്നത്. AICC ഓഫീസിലെ ആ ഒരു മിസ് ഇൻഫർമേഷനാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ കണക്കുകൂട്ടിലെ ഒരു പെശകാണ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. പക്ഷേ സംസ്ഥാനങ്ങളിൽ സംഭവിച്ചത് അങ്ങനെയല്ല. അത് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഇവിടെ സോണിയാഗാന്ധിയെ ടാർഗറ്റ് ചെയ്യാൻ BJP ശ്രമിക്കുന്നത് പക്ക രാഷ്ട്രീയം തന്നെയാണ്. ഇതിനകത്തൊരു ഫണ്ടമെന്റൽ വിഷയമൊന്നുമല്ല ഉള്ളത്. ദേശീയ പതാകയോ ദേശീയ കാര്യത്തെയോ ഒക്കെ ആദരിക്കേണ്ടതാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ നിർബന്ധപൂർവ്വം അത് ചെയ്യിപ്പിക്കുകയും അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായത് ചികഞ്ഞ് കാണിച്ചുകൊണ്ട് അത് രാജ്യവിരുദ്ധരായി അത് പെയിൻറ്റ് ചെയ്യുകയും ചെയ്യുന്നതും അത്ര ആരോഗ്യപരമായ ഒരു കാര്യമല്ല. അതിനിടയിൽ ഒരു രാഷ്ട്രീയം കണ്ടെത്തുക, രാഷ്ട്രീയ ലാഭം കണ്ടെത്തുക. പ്രതിരോധത്തിലായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് വീണ് കിട്ടിയ ഒന്നാന്തരം അവസരമാണ്. ഇതൊരു ഫണ്ടമെൻ്റൽ വിഷയമല്ല, ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ടമെൻ്റൽ വിഷയമോ ദേശീയതയുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ടമെൻ്റൽ വിഷയമാണ് എന്ന് എനിക്ക് കരുതാനാവില്ല. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ BJPക്കോ ഒക്കെ ദേശസ്നേഹമൊന്നും ആരെയും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരൊക്കെ പൊതുരംഗത്ത് പൊതുമണ്ഡലത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളാണ്. അവിടെ പോയിന്റുകൾ, രാഷ്ട്രീയമായ പോയിന്റുകൾ സ്കോർ ചെയ്യാൻ ഇങ്ങനെയുള്ള അബദ്ധങ്ങളെ എടുത്തുപയോഗിക്കും. അത് രാഷ്ട്രീയം തന്നെയാണ്, പ്രായോഗിക രാഷ്ട്രീയം അങ്ങനെയാണ്. പക്ഷേ നിലപാട് വളരെ പ്രധാനമല്ലേ? കോൺഗ്രസ് പാർട്ടിക്ക് എന്തുകൊണ്ട് ഒരു നിലപാടില്ലാതെ പോകുന്നു? കൃത്യമായ നിലപാടിൻ്റെ ആവിഷ്കാരമില്ലാതെ പോകുന്നു. അവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുന്ന ആരോപണം. അത് മുസ്ലിം ലീഗിൻ്റെ പ്രേരണയാലല്ലേ കേരളത്തിൽ? അത് മൈനോറിറ്റി കൺസോളിഡേഷന് വേണ്ടിയല്ലേ? അത് രണ്ടു കൂട്ടരും, കോൺഗ്രസും CPM-ഉം ഒരേ നാണയത്തിന് രണ്ട് വശങ്ങളാണ്. അവിടെ ഈ രണ്ടുപേരുടെയും വോട്ട് ബാങ്ക് ഒന്ന് തന്നെയാണ്. അവിടെയാണ് സംശയം. അപ്പോൾ ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ BJPയുടെ സ്ട്രോങ് പോയിന്റാണ്. വിദേശബന്ധം BJPയുടെ സ്ട്രോങ് പോയിന്റാണ്. അതുപോലെ ദേശീയതയുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളിലേക്ക് ദേശീയ ഡിബേറ്റ് കൊണ്ടുപോകുമ്പോൾ കാതലായ അടിസ്ഥാനപരമായ വിഷയങ്ങൾ അത് മറന്നുകൊണ്ടാവരുത് ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉപരിപ്ലവമായ ഡിബേറ്റ് നടത്തുന്നത്. ഇത് ഉപരിപ്ലവമാണ് എന്ന് BJPക്കാർ ആരും സമ്മതിക്കില്ല എന്നും എനിക്കറിയാം. കാരണം ഇത് കാതലാണ്, ദേശീയതയുമായി ബന്ധപ്പെട്ട ശരിയാണ്. പക്ഷേ ഇതിന് പിന്നിൽ പൂർണ്ണ രാഷ്ട്രീയമുണ്ട് എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, മുതലെടുപ്പിന് വേണ്ടി ഇങ്ങനെയുള്ള വിവാദങ്ങളെ പർവ്വതീകരിക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ ഒരു സ്റ്റാൻഡർഡൈസേഷൻ അവിടെ ഉണ്ടാവുകയും വേണം. അല്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുഖം നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല രേണുക. തീർച്ചയായും. ശ്രീ റോണി കെ ബേബി, നോക്കൂ, ഇപ്പോൾ അമിത്ഷാ പറയുന്നു നിങ്ങളെ കാണുന്നത് 140 കോടി ജനങ്ങളാണ് എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യമല്ലേ? AICC ആസ്ഥാനത്ത് നടക്കുന്നത് അവർ കാണുന്നുണ്ട്, എന്താണ് കർണാടകയിൽ നടക്കുന്നതെന്ന് കാണുന്നുണ്ട്,
തെലങ്കാനയിൽ നടക്കുന്നത് എന്താണെന്ന് കാണുന്നുണ്ട്, കേരളത്തിൽ നടക്കുന്നത് എന്താണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാകത്തില്ലേ റോണി? നിങ്ങൾക്ക് ഇതിനകത്ത് കൃത്യമായ നിലപാടുകളില്ല. സഭയിൽ നിങ്ങൾ കയ്യടി കിട്ടാൻ, അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന നിലയിൽ ഒരു നിലപാടെടുക്കുന്നു, പുറത്തു വന്ന് മറ്റൊന്ന് കാണിക്കുന്നു, AICC ആസ്ഥാനത്തൊന്ന് കാണിക്കുന്നു, ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മറ്റൊന്ന് കാണിക്കുന്നു. ജനം കാണുകയാണ്, അവർ വിലയിരുത്തും. ഇങ്ങനെ കൺസിസ്റ്റൻസി ഇല്ലാത്തതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പല പ്രശ്നങ്ങളിലെയും അടിസ്ഥാന കാര്യം എന്നത് പല തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. എന്നിട്ടും പാഠം പഠിക്കുന്നില്ല കോൺഗ്രസ് എന്ന് വേണം മനസ്സിലാക്കാൻ. 2014 BJP ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന അന്നു മുതൽ അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കോൺഗ്രസ് മുക്ത ഭാരതത്തിലാണെന്ന്. അവരിതുപോലെയുള്ള ഒരുപാട് കെണികൾ ഒരുക്കുന്നുണ്ട്. കോൺഗ്രസിനെ രാജ്യവിരുദ്ധരാക്കാനും ദേശവിരുദ്ധരാക്കാനും ദേശീയതയ്ക്ക് എതിരെ നിൽക്കുന്ന ഒരാള്. ഞങ്ങളിത് ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതൊന്നുമല്ല. പിന്നെ ഇവിടെ എന്നോട് ചോദിച്ചില്ല, 140 കോടി ജനങ്ങൾ കാണുന്നുണ്ട്. ശരിയാണ്, കാണുന്നുണ്ട്. ഡൽഹിയിൽ നടക്കുന്ന ജൻസി പ്രക്ഷോഭവും ഈ BJP ഗവൺമെന്റ് എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണെന്നും ഈ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്? ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ പിന്നെ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെയാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത്. ഇത് കേരളത്തിൽ ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയ വാദമൊന്നുമല്ലല്ലോ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ BJPയുടെ ഏതെങ്കിലും വാദം ഈ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? അവരത് പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് ഇതിനകത്ത് കൃത്യമായ നിലപാടുണ്ട്. ഞാൻ ആദ്യം തൊട്ട് ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയക്കാർക്ക് ഉണ്ടായി, ഇതിനകത്തൊരു കോർഡിനേഷൻ പ്രശ്നം ഉണ്ടായി. ഞാനത് കൃത്യമായി പറഞ്ഞു, സമ്മതിച്ചു. അത് വീഴ്ച വന്നു, അത് ഞാൻ സമ്മതിച്ചു. അതായത് ഞങ്ങൾ കിടന്ന് ഉരുളുകയല്ല ചെയ്യുന്നത്, ഞങ്ങൾ തെറ്റ് തിരുത്തും. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുന ഖാർഗെയും ഒന്നും അവിടെ പ്രതികരിക്കാതിരുന്ന മതിയാണ്. ഈ രാജ്യം ചർച്ചയിട്ടെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രസംഗിച്ച ആ വേദിയില് ഇവിടെ ഉത്തരാഖണ്ഡിൽ വെച്ച് ഇവിടെ അതിലെ ശുദ്ധീകരണം നടത്തിയ ആ രാഷ്ട്രീയം ഇന്ത്യ ചർച്ച ചെയ്യട്ടെ. അതാണ് ഇന്ത്യയുടെ യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യയുടെ യഥാർത്ഥ ദേശീയത എന്ന് പറയുന്നത്. ഈ രാജ്യം എന്നുള്ളത് ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയാണ്. ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് 1937 AICC ഒരു വ്യത്യസ്തമായ തീരുമാനം 1896 ശേഷം ഉണ്ടായത്? കാരണം ഇതിന് എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളെ സംരക്ഷിക്കണം. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നിലപാടായിരുന്നത് ഈ രാജ്യത്തെ ഒരു ഏകശിലാത്മകമായി, ഒരു മൊണോലിത്തിക്കായി, ഒരു മതം, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്ന രീതിയിൽ മാറ്റുവാൻ വേണ്ടി RSS ശ്രമിക്കുമ്പോൾ അതിന്റെ അതുകൊണ്ടാണ് കോൺഗ്രസ് ഭാരതം ഈ രാജ്യം പ്രഖ്യാപിച്ചിട്ടും ഇപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 100 സീറ്റുമായി ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടല്ലോ. 100 സംസ്ഥാനങ്ങളിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോഴും ഉണ്ടല്ലോ. ഞങ്ങൾ തുറച്ചു നീക്കുവാൻ, ഞങ്ങളെ നിർത്തുവാൻ, ഇല്ലാതാക്കുവാൻ, തുറച്ചു നീക്കുവാൻ RSS സംഘടന എല്ലാം ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഇന്ത്യയെ കുറിച്ച് 30% BJP കിട്ടിയോ? എന്നാൽ ഈ രാഷ്ട്രത്തിന്റെ ഭൂരിപക്ഷം ജനങ്ങൾ പ്രതികരിക്കുവാൻ വേണ്ടി എത്രമാത്രം ഇന്ത്യൻ ഭരണ സംവിധാനങ്ങളും ഇന്ത്യൻ കോർപ്പറേറ്റുകളും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രചരണങ്ങൾ നടത്തുന്നുണ്ടല്ലോ. ഈ രാജ്യം സ്വാധീനിക്കാനായിട്ട് BJPയുടെ പ്രത്യയശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. വാദങ്ങൾ, ഞങ്ങളുടെ ആശയങ്ങൾ എന്തുകൊണ്ട് അനുസരിക്കണം? ജനം ഏറ്റെടുത്തു, ഈ രാജ്യം ഏറ്റെടുത്തു. ശരി, എത്ര ശതമാനം പേർ പിന്തുണച്ചു എന്നതാണ് റോണി കെ ബേബി ചോദിക്കുന്നത്. എന്തായാലും എല്ലാം ജനം കാണുന്നുണ്ട് എന്നതാണ് അമിത്ഷാ പറയുന്നത്. ഒപ്പം നിയമ നടപടികളിലേക്ക് കൂടി കടക്കുകയാണ് BJP. എന്തായാലും ദേശീയ തലത്തിൽ തന്നെ വന്ദേ മാതരം വലിയ ചർച്ചയാക്കി മാറ്റിയിരിക്കുന്നു. വന്ദേ മാതരത്തിലെ കോൺഗ്രസ് നിലപാടിൽ ഇരട്ടത്താപ്പോ എന്നതാണ് നമ്മൾ പ്രേക്ഷകരോട് ഇന്ന് ചോദിച്ച ചോദ്യം. അതേ എന്ന് പറയുന്നു 59% പേർ, അല്ല എന്ന് പറയുന്നത് 37% പേർ മാത്രം. നിഷ്പക്ഷമായ അഭിപ്രായം രേഖപ്പെടുത്തിയത് 4% പേർ. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.